ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം 2-ാം ഞായറാഴ്ചയായ ഇന്ന് കത്തോലിക്ക സഭയിലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുക. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള പരോക്ഷമായ സൂചനകൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ടെങ്കിലും വ്യക്തമായ യാതൊരു അറിവും യഹൂദജനത്തിനില്ലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യങ്ങൾ പടിപടിയായി ഈശോ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ക്രിസ്തുവിൻ്റെയും മനുഷ്യാവതാരത്തോടു കൂടി ആരംഭിച്ച് ജോർദാനിൽ വെച്ചുള്ള മാമോദീസായിലൂടെ വളർച്ച പ്രാപിച്ച് അവിടുത്തെ വിടവാങ്ങൽ സംഭാഷണത്തിലൂടെ പൂർണ്ണത പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ വേർപാടിനെക്കുറിച്ച് അറിഞ്ഞ് ദുഃഖിതരായി തീർന്ന അപ്പോസ്തലന്മാരുടെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം അവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ദൈവം ഏകനാണെന്നും ഏകദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികളും ഉണ്ടെന്നാണ് ഈ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദൈവത്തോടും 3 ദൈവിക ആളുകളോടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഭയുടെ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി സമർപ്പിച്ചതുകൊണ്ടാണ്. ജ്ഞാനസ്നാനത്തിനായി ദേവാലയത്തിൽ കൊണ്ടുവരുന്ന ശിശുവിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സഭയിലേക്ക് സ്വീകരിക്കുന്നത്. ആരാധക്രമത്തിലെ പ്രാർത്ഥനകളിൽ പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടുള്ള നിരവധി പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ 20-ലധികം പ്രാവശ്യം പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ത്രിത്വത്തെ പറ്റിയുള്ള ആശയം അത്ര വ്യക്തമല്ല. എന്നാൽ ദൈവം തങ്ങളുടെ രക്ഷകനാണെന്നും പിതാവാണെന്നും തങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന നായകനാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ മനുഷ്യകുല പരിത്രാണാർത്ഥം ദൈവം ഒരു രക്ഷകനെ അയക്കുമെന്നുള്ള വാഗ്ദാനം നൽകുകയുണ്ടായി. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു തനിക്ക് പിതാവുമായുള്ള ബന്ധമെന്തെന്നും പരിശുദ്ധാത്മാവ് എപ്രകാരം താൻ സ്ഥാപിക്കുവാനിരിക്കുന്ന സഭയെ നയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് പരിശുദ്ധ ത്രിത്വത്തെ തൻ്റെ സ്ലീഹന്മാർക്ക് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനങ്ങൾ പറഞ്ഞു വയ്ക്കുക. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിനെന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം അവസാനിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ 3 ദൈവിക ആളുകളുടെയും നാമത്തിൽ ആശീർവാദം നൽകിക്കൊണ്ടാണ്. സഭ നിലനിൽക്കുന്നതും തുടരുന്നതും ലോകാന്ത്യത്തിൽ വിജയത്തിൽ എത്തിച്ചേരുന്നതും പരിശുദ്ധ ത്രിത്വം വഴിയാണ്. ദൈവത്തിലെ 3 ആളുകളും ദൈവജനത്തിൻ്റെ രക്ഷയിലും പരിത്രാണത്തിലും എപ്രകാരം ഇടപെടുന്നു എന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലെ 12-ഉം 13-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. ഈശോ മിശിഹായ്ക്ക് ശേഷം പുതിയ വെളിപാടുകൾ ഉണ്ടാകുമെന്ന് ഇതിനർത്ഥമില്ല. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ പൂർത്തീകരണം മിശിഹ തന്നെയാണ്. എന്നാൽ മിശിഹായെയും അവിടുത്തെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ അവിടുത്തെ ജീവിതകാലത്ത് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് മിശിഹായുടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാനും കാലോചിതമായ രീതിയിൽ
പ്രായോഗികമാക്കുവാനും സത്യാത്മാവായ പരിശുദ്ധാത്മാവ് സ്ലിഹന്മാരിൽ പ്രവർത്തിക്കണം. അങ്ങനെ അവരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനാകും. സഭയുടെ കൈമാറപ്പെട്ടു കിട്ടുന്ന ശ്ലൈഹിക വിശ്വാസം ഭാവി തലമുറകൾക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധന പ്രക്രിയ സഭയിൽ ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രതിജ്ഞ എടുക്കാം, നമ്മുടെ എല്ലാ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണമെന്ന്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.